സ്വന്തം ഉപ്പയെയും ഉമ്മയെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ട് ആർത്തു നിലവിളിക്കുന്ന റഫയിലെ കുഞ്ഞുമക്കളുടെ വിലാപങ്ങൾ ഇനിയും ഈ ലോകത്തിന് കേട്ടുനിൽക്കാനാവില്ല. സയനിസ്റ്റ് ഭീകരർ എല്ലാ പരിധികളും ലംഘിച്ച് ഗസയിലെ വംശഹത്യ ഫലസ്തീന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. മനുഷ്യത്വമുള്ള ഒരു സമൂഹത്തിന്റെ ക്ഷമയെ ഇനിയും ഇസ്രായേൽ പരീക്ഷിക്കരുത്. ഞങ്ങളിതാ സയനിസ്റ്റ് ഭീകരതയ്ക്കെതിരെ തെരുവ് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചാണ് മെക്സിക്കോയിൽ ഒരു വിഭാഗം ഇസ്രായേൽ എംബസിക്ക് നേരെ വൻ ആക്രമണം അഴിച്ചുവിട്ടത്. പ്രതിഷേധക്കാരുടെ കാതുകളിലേക്ക് റഫയിലെ പിഞ്ചുമക്കളുടെ ഓരിയിട്ടുള്ള നിലവിളികൾ ഇരമ്പിയെത്തുന്നുണ്ട്. റഫയെ ശവപ്പറമ്പാക്കി മാറ്റുന്ന ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ അരിശം പൂണ്ട് സയനിസ്റ്റുകൾക്കെതിരെ വ്യവസ്ഥിതികൾക്കെതിരെ മുഷ്ടി ചുരുട്ടുന്ന ആ പ്രതിഷേധക്കാരാണ് മെക്സിക്കോയിലെ ഇസ്രായേൽ എംബസിക്ക് തീയിട്ടത്. ശക്തിയുടെയും പ്രതിരോധത്തിന്റെയും അടയാളമായ കഫിയ ധരിച്ചും മുഖത്ത് ഫലസ്തീൻ പതാകകൾ വരച്ചും സമരാഗ്നി പടർത്തിയും ആവേശോജ്വല പ്രതിഷേധം മെക്സിക്കോയുടെ തെരുവുകളിൽ അരങ്ങേറി. റഫ ആക്രമണത്തിൽ അടിയന്തര നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്ന പ്രതിഷേധക്കാർ രോഷാകുലരായി ഇസ്രായേൽ എംബസിക്ക് നേരെ കുപ്പി ബോംബുകൾ എറിയുന്നതാണ് കണ്ടത്. മുഖം മറച്ചെത്തിയ പ്രതിഷേധക്കാർ പോലീസിനെതിരെ കല്ലുകളും വലിച്ചെറിഞ്ഞു. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചതോടെ സംഘർഷം പരിധിവിട്ടെന്നു തന്നെ പറയാം. അക്രമ സംഭവങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യാ നിലപാടിനെതിരായി മെക്സിക്കോ പ്രസ്താവന നടത്തിയതാണ് പ്രതിഷേധക്കാരെ ഏറെയും ചൊടിപ്പിച്ചത്. മാത്രമല്ല, ഗസയിൽ തുടരുന്ന ആക്രമണങ്ങളുടെ പേരിൽ ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കില്ലെന്ന് മെക്സിക്കൻ പ്രസിഡന്റ് ആൻഡ്രേസ് മാനുവൽ ലോപ്പസ് ബെഡ്രോർ നേരത്തെ വ്യക്തമാക്കിയതാണ്. സായുധ സംഘട്ടനത്തിനിടയ്ക്ക് വംശഹത്യ നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കാമെന്നാണ് മെക്സിക്കോയുടെ നിലപാട്. മെക്സിക്കോയുടെ ഇസ്രായേൽ അനുകൂല നിലപാടിനെതിരെ ഭിന്നസ്വരമുയർത്തി ഫലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ നിരത്തുകളിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. റഫയിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ഇസ്രായേൽ ഭീകരാക്രമണത്തിന് പിന്നാലെ ആഗോളതലത്തിൽ യുദ്ധവിരുദ്ധ പ്രതിഷേധങ്ങൾ സജീവമാവുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നുവെന്നാണ് ഈ പ്രതിഷേധങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. റഫയിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ചൊവ്വാഴ്ച മെക്സിക്കോ സിറ്റിയിലെ ഇസ്രായേൽ എംബസിക്ക് പുറത്ത് ഏതാണ്ട് 200ഓളം പേരാണ് സംഘടിച്ചത്. ലോമാസ് ഡി ചാപ്പിൾടെപെക് പരിസരത്തുള്ള നയതന്ത്ര സമുച്ചയത്തിലേക്ക് ഇരമ്പിയെത്തിയ പ്രതിഷേധക്കാരുടെ രോഷം തടഞ്ഞു നിർത്താൻ പോലീസ് നന്നേ പാടുപെട്ടു. 18 മെക്സിക്കോ സിറ്റി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി നിയമപാലകർ അറിയിച്ചു. പൊള്ളലേറ്റവരും മറ്റ് പരിക്കുകളേൽക്കുകയും ചെയ്ത 16 ഉദ്യോഗസ്ഥരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും 2 പേർ കൂടി സംഭവസ്ഥലത്ത് തന്നെ ചികിത്സ തേടിയതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എംബസിയുടെ പരിസരത്ത് ഒന്നിലധികം തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നത് വ്യക്തമാണ്. 5 ബസ് സ്റ്റേഷനുകൾ, നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ, ഒരു പോലീസ് വാഹനം എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതായാണ് വിവരം. സംഭവ സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളും ഫോട്ടോകളും ഇസ്രായേൽ കോമ്പൗണ്ടിന് സമീപം ഒന്നിലധികം തീപിടുത്തങ്ങൾ ഉണ്ടായതായാണ് സൂചിപ്പിക്കുന്നത്. റഫയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ അമേരിക്കയിലെ ഫലസ്തീൻ അനുകൂലികൾ തങ്ങളുടെ പ്രതിഷേധ ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. റഫയിലെ സ്ഥിതിഗതികൾ സങ്കീർണമായതിൽ അമേരിക്കൻ നേതൃത്വത്തിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്രായേലി ക്രൂരതകളോടുള്ള US ഭരണകൂടത്തിന്റെ നിശബ്ദതയെ ഏറെ ആർജവത്തോടെ ചോദ്യം ചെയ്യുന്ന മാനവരാശിയോട് പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം ആളുകളെയാണ് മെക്സിക്കോയുടെ തെരുവിൽ കണ്ടത്. ഇസ്രായേൽ ആക്രമണത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായ എതിർപ്പുകൾ ഉണ്ടായിട്ടും അമേരിക്ക ഇസ്രായേലിന് രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികവുമായ പിന്തുണ നൽകുകയാണ്. ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തോടെയും യുക്തിയോടും കൂടിയാണ് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താൽപ്പര്യങ്ങളെ ഫലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ തുറന്നു കാണിക്കുന്നത്. അമേരിക്കൻ നേതൃത്വം അഭൂതപൂർവമായ പിന്തുണ ഇനിയും ഇസ്രായേലിന് നൽകുകയാണെങ്കിൽ ഗസയിൽ സമ്പൂർണ്ണ അധിനിവേശം സാധ്യമാകുമെന്നത് തീർച്ചയാണെന്ന ദീർഘവീക്ഷണത്തോടെയാണ് മെക്സിക്കോയിലെ പ്രതിഷേധക്കാർ ഫലസ്തീനികൾക്കായി പോരാടുന്നത്. ഗസയിലെ കുഞ്ഞുങ്ങൾ പുഞ്ചിരിക്കുന്നതുവരെയും ആഗോളതലത്തിൽ ഒരു പ്രതിഷേധങ്ങളും പോരാട്ടങ്ങളും അവസാനിക്കുന്നില്ല. ഏകാധിപത്യത്തോട്, മനുഷ്യരാശിക്കെതിരായ കൊടും ക്രൂരതകളോട് ലോകം കണ്ണടച്ച ചരിത്രമില്ല. ഇന്നല്ലെങ്കിൽ നാളെ അധികാരഹുങ്കിന്റെ എല്ലാ സിംഹാസനങ്ങളും കോട്ടകൊത്തളങ്ങളും തകർന്നടിയുക തന്നെ ചെയ്യും. ലോകത്ത് ഏത് ഏകാധിപതികൾക്കും നിലനിൽപ്പുണ്ടാവില്ല എന്നത് തന്നെയാണ് ചരിത്രം.
waytonikah.com, the exclusive Muslim matrimonial site.